വിദ്യാഭ്യാസം ജനകീയവും ജനാധിപത്യപരവുമാകണമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രിയും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ പ്രൊഫസർ സി രവീന്ദ്രനാഥ്. CPM നേതാവും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന PN സുഗുദേവന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ ചൂഷണങ്ങളുടെ സാധ്യത അനന്തമാണ്. വിദ്യാഭ്യാസത്തിൽ ചിലർക്ക് ആധിപത്യമുണ്ടാവുക, വിദ്യാർത്ഥിക്ക് ജനാധിപത്യ സംസ്കാരം ഇല്ലാതാവുക എന്നതൊക്കെ സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിന്റെ ഘടകങ്ങളാണ്. അതിനാൽ തന്നെ ഇതെല്ലാം മാറി എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം ലഭ്യമാകണം. ഇത് പ്രാവർത്തികമാകണമെങ്കിൽ വിദ്യാഭ്യാസം പണം കൊടുത്ത് നേടാനുള്ളതാകരുത്. പണത്തിന്റെയും ജാതിമത ചിന്തകളുടെയും ആധിപത്യം ഉണ്ടാകരുത്. മതനിരപേക്ഷമായ ഒരു അന്തരീക്ഷത്തിൽ സാർവത്രികവും സൗജന്യവുമായി വിദ്യാഭ്യാസം മാറിയാൽ സമൂഹത്തിലെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുമെന്നും പ്രൊഫസർ രവീന്ദ്രനാഥ് കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസത്തിൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൽ ചിലർക്ക് ആധിപത്യം ഉണ്ടാവുക, വിദ്യാർത്ഥിക്ക് ജനാധിപത്യ സംസ്കാരം ഇല്ലാതാകുക എന്നതൊക്കെ സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിന്റെ ഘടകങ്ങളാണ്. അതുകൊണ്ട് അതൊക്കെ മാറി എല്ലാവർക്കും വിദ്യ കിട്ടും. ഈ പോയിന്റാണ് പ്രധാനം. ഈ സമൂഹത്തിൽ എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ വിദ്യാഭ്യാസം പണം കൊടുത്ത് നേടാനുള്ളത് ആകരുത്. കാരണം പണം കൊടുക്കാൻ പറ്റാത്തവരാണ് പാവപ്പെട്ടത്. ജാതിമത ചിന്തകളുടെ ആധിപത്യം ഉണ്ടാവരുത്. മതനിരപേക്ഷമായ ഒരു അന്തരീക്ഷത്തിൽ സാർവത്രികമായ വിദ്യാഭ്യാസം, സൗജന്യമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയാൽ സമൂഹത്തിലെ എല്ലാവർക്കും മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാറിൽ CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം C. അംബികേശൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, M. ബാലാജി, ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗം PM മുസ്തഫ, പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, വൈസ് പ്രസിഡന്റ് ധനൻ, ലോക്കൽ സെക്രട്ടറി KS ദിലീപ്, ലോക്കൽ കമ്മിറ്റി അംഗം NA ബാലചന്ദ്രൻ, സുദേവന്റെ പത്നി ജനത ടീച്ചർ എന്നിവർ സംസാരിച്ചു.